നമസ്കാരം. അയം ബ്രഹ്മ യോഗയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിന്നുകൊണ്ടുള്ള ശ്വസന വ്യായാമങ്ങളാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. ശ്വസന വ്യായാമങ്ങൾ ചെയ്യുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് വിശദമായി തന്നെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടായിരിക്കും, അത് എല്ലാവരും കാണുക. അതിനുശേഷം നിന്നുകൊണ്ടുള്ള ശ്വസന വ്യായാമങ്ങളും കൂടി ചെയ്യുക. ആദ്യമായി നമ്മൾ കാലുകൾ രണ്ടും ചേർത്ത് നിൽക്കുക. കാലിൻ്റെ പെരുവിരലുകളും ഉപ്പുറ്റികളും തമ്മിൽ ചേർത്ത് നിൽക്കുന്നത് പോലെ ചേർത്ത് വയ്ക്കുക. അതിനുശേഷം നട്ടെല്ല് നിവർത്തി നിൽക്കുക. കൈകൾ രണ്ടും തുടയുടെ മുൻഭാഗത്തായിട്ട് വയ്ക്കുക. ശ്വാസം സാവധാനം അകത്തേക്ക് എടുക്കുന്നതോടൊപ്പം തന്നെ കൈകൾ രണ്ടും മുകളിലേക്ക് ഉയർത്തുക. ശ്വാസം സാവധാനം അകത്തേക്ക് വലിക്കുകയും അതോടൊപ്പം കൈകൾ രണ്ടും പരമാവധി മുകളിലേക്ക് ഉയർത്തി രണ്ട് കൈകളും ചെവിയോട് ചേർന്ന് നിൽക്കത്തക്ക രീതിയിൽ മുകളിലേക്ക് നന്നായി വലിയുക. ശ്വാസം വിട്ടുകൊണ്ട് സാവധാനം തിരിച്ചു വരും. ശ്വാസം എടുക്കാം. ശ്വാസം പുറത്തേക്ക് വിട്ട് സാവധാനം കൈകൾ രണ്ടും തിരിച്ചു കൊണ്ടുവരിക. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്ന സമയത്ത് ശ്വാസം അകത്തേക്ക് നമ്മൾ എടുക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു ഫീൽ, ആ ഒരു അനുഭവം എന്താണെന്ന് ശ്രദ്ധിച്ചുകൊണ്ട് വളരെ സാവധാനം ആസ്വദിച്ചുകൊണ്ട് ചെയ്യുക. സാവധാനം ശ്വാസം എടുക്കുന്നതോടൊപ്പം കൈകൾ രണ്ടും മുകളിലേക്ക് ഉയർത്തുകയും നന്നായി വലിച്ച് 2-3 സെക്കൻഡ് അവിടെ ഹോൾഡ് ചെയ്യുക. സാവധാനം ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ശ്വാസം പുറത്തേക്ക് വിടുന്നതിനോടൊപ്പം രണ്ട് കൈകളും തിരിച്ച് പഴയ രീതിയിലേക്ക് തന്നെ വരിക. അപ്പോൾ ശ്വാസം ഇങ്ങനെ എടുത്തുകൊണ്ട് കൈകൾ ഉയർത്തുമ്പോൾ പരമാവധി നന്നായി മുകളിലേക്ക് വലിയ, അപ്പോൾ നമ്മുടെ വയറിൻ്റെ നാഭിഭാഗം മുതൽ മുകളിലേക്ക് വലിയുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും. അത് ശ്രദ്ധിച്ചുകൊണ്ട് പരമാവധി മുകളിലേക്ക് ഉയർത്തുകയും ശ്വാസം വിടുമ്പോൾ അതിനനുസരിച്ച് സാവധാനം കൈകൾ ലൂസാക്കി കൊണ്ടുവരികയും ചെയ്യാം. ഇത് നിങ്ങൾക്ക് ഒരു 5 തവണ, തുടക്കത്തിൽ 5 തവണ ചെയ്യാം. പിന്നീട് അത് തവണകൾ കൂട്ടി 10, 15, 20 അങ്ങനെ ആ ടൈം കൂട്ടിക്കൊണ്ടുവരാം. ആദ്യം 5 തവണ ചെയ്യുക. അതുപോലെ തന്നെ നിന്നുകൊണ്ടുള്ള അടുത്ത ഒരു ശ്വസന വ്യായാമം നമുക്ക് ചെയ്യാം. രണ്ട് കൈകളും തുടയുടെ ഇരുവശങ്ങളിലായി വയ്ക്കുക. ശ്വാസം ഇതുപോലെ തന്നെ അകത്തേക്ക് സാവധാനം എടുക്കുമ്പോൾ അതിന് കൂടെ രണ്ട് കൈകളും മുകളിലേക്ക് ഇരുവശങ്ങളിലൂടെ പരമാവധി മുകളിലേക്ക് വലിച്ചുകൊണ്ട് ചെവിയോട് ചേർത്തുകൊണ്ട് കൈകൾ കൂപ്പി നല്ലോണം മുകളിലേക്ക് വലിഞ്ഞു നിൽക്കുക. 2-3 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. ശ്വാസം വിട്ടുകൊണ്ട് സാവധാനം തിരിച്ചു വരിക. വീണ്ടും ഒരു ശ്വാസം കൂടി നമ്മൾ എടുക്കുന്നു. കൈകൾ സാവധാനം മുകളിലേക്ക് ഉയർത്തുകയും കൈകൾ രണ്ട് ചെവിയോട് ചേർത്ത് വെച്ച് കൈകളിലേക്ക് നോക്കുക. അതുപോലെ സാവധാനം തിരിച്ചു വരിക. ശ്വാസം അകത്തേക്ക് പരമാവധി ശ്വാസം വലിച്ചു നിറയ്ക്കുക. സാവധാനം പുറത്തേക്ക് വിട്ടുകൊണ്ട് ശ്വാസത്തോടൊപ്പം കൈകളും തിരിച്ചു കൊണ്ടുവരിക. ശ്വാസം പരമാവധി പുറത്തേക്ക് വിടുക. ഇത് 5 തവണ ചെയ്യാം ഇതുപോലെ തന്നെ. ഇനി അടുത്ത ഒരു ശ്വസന വ്യായാമം കൂടി നമുക്ക് ചെയ്തു നോക്കാം. കൈകൾ രണ്ട് നമ്മുടെ തോളുകൾക്ക് സമാന്തരമായിക്കൊണ്ട് മുന്നോട്ട് നീട്ടി മുട്ടുകളൊക്കെ നിവർത്തി പിടിക്കുക. കൈവിരലുകളൊക്കെ ചേർത്ത് പിടിക്കുക. ശ്വാസം സാവധാനം അകത്തേക്ക് എടുക്കാം. ശ്വാസം എടുക്കുന്നതോടൊപ്പം തന്നെ കൈകൾ രണ്ട് ഇരുവശങ്ങളിലേക്ക് കൊണ്ടുപോവുക. മുകളിലേക്ക് നോക്കുക. ശരീരം അല്പം ഒന്ന് പിറകിലേക്ക്, ചെസ്റ്റിൻ്റെ ഭാഗം അല്പം ഒന്ന് പിറകിലേക്ക് വളച്ചുകൊണ്ട് മുകളിലേക്ക് നോക്കുക. ശ്വാസം വിടുമ്പോൾ സാവധാനം തിരിച്ചു വരിക. വീണ്ടും ശ്വാസം എടുക്കാം. ചെസ്റ്റ് പരമാവധി വികസിപ്പിക്കുക. കൈ രണ്ടും പറ്റുന്ന അത്രയും ഇരുവശങ്ങളിലേക്ക് കൊണ്ടുപോകാം. പിറകിലേക്ക് അല്പം ഒന്ന് ചെസ്റ്റ് വളയ്ക്കുക. മുകളിലേക്ക് നോക്കുക. തിരിച്ച് ശ്വാസം വിട്ടുകൊണ്ട് വീണ്ടും വരിക. ഇത് 5 തവണ ചെയ്യാം. അപ്പോൾ നമുക്കറിയാം, ചെസ്റ്റ് പരമാവധി വികസിക്കുവാനും അതോടൊപ്പം ഈ ഭാഗത്തുള്ള എല്ലാ പേശികളും വികസിക്കുവാനും സങ്കോചിക്കുവാനും ശ്വാസം മാക്സിമം ഉൾക്കൊള്ളുവാനും അതുപോലെ ചുരുങ്ങുന്ന സമയത്ത് പരമാവധി ശ്വാസം പുറത്തേക്ക് പോകുവാനും സഹായിക്കുന്ന രീതിയിലുള്ള ഒരു ശ്വസന വ്യായാമമാണിത്. നമ്മുടെ വാരിയലുകളുടെ ശരിയായിട്ടുള്ള സങ്കോച വികാസങ്ങളും അവിടെ സാധ്യമാകും. നമ്മുടെ ശ്വാസകോശത്തിൻ്റെ കപ്പാസിറ്റി പരമാവധി
വർദ്ധിപ്പിക്കുവാനും അതോടൊപ്പം തന്നെ നമ്മുടെ പേശികൾക്കും ഞരമ്പുകൾക്കൊക്കെ ഒരു ലാഘവത്വം ഉണ്ടാക്കിയെടുക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ശ്വസന വ്യായാമങ്ങൾ ചെയ്യുന്നത്. യോഗയിലേക്ക് കടന്നു വരുന്ന ഒരാൾ തീർച്ചയായും ചെയ്തിരിക്കേണ്ട വ്യായാമങ്ങളാണ് ഈ ശ്വസന വ്യായാമങ്ങൾ. ശ്വസന വ്യായാമങ്ങൾ ആദ്യമായി ചെയ്യുമ്പോൾ ആരോഗ്യത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള ആളുകളാണെങ്കിൽ നിന്നുകൊണ്ട് ഇത് ചെയ്തു തുടങ്ങാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തീർച്ചയായും ആദ്യം ഇത് കിടന്നുകൊണ്ട് ചെയ്യുക, പിന്നീട് ഇരുന്ന് ചെയ്യുക, മൂന്നാമതായിട്ട് നിന്ന് ചെയ്യുക. അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് ആസനാസ് പരിചയിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഘട്ടം ഘട്ടമായിട്ട് ചെയ്തു വരാം. നിന്നുകൊണ്ടും കിടന്നുകൊണ്ടും ചെയ്യുന്ന ശ്വസന വ്യായാമങ്ങൾ തൊട്ട് മുമ്പത്തെ വീഡിയോയിലുണ്ട്. അത് നോക്കി അത് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം നിന്നുകൊണ്ട് ചെയ്യുക. ഇനി അടുത്തൊരു യോഗ ആസനവുമായിട്ട് മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം. നന്ദി, നമസ്കാരം.